നോളജ് ക്ലൗഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2020 ഡിസംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് പാർട്ട് 5 ആണ്. 2021 ഇന്ത്യ 6700 കോടി മുടക്കി അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്ന നെർപ്സിപ്പ് എന്ന നോർത്ത് ഈസ്റ്റ് പവർ പ്രൊജക്റ്റ് ഏത് പൊതുമേഖലാ യൂണിറ്റാണ് നടപ്പിലാക്കുന്നത്? പവർ ഗ്രിഡ് അഥവാ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. 2021 ഇന്ത്യ 6700 കോടി മുടക്കി അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്ന നെർപ്സിപ്പ് എന്ന നോർത്ത് ഈസ്റ്റ് പവർ പ്രൊജക്റ്റ് ഏത് പൊതുമേഖലാ യൂണിറ്റാണ് നടപ്പിലാക്കുന്നത്? പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് പ്രധാനമായും വൈദ്യുതി കൈമാറ്റത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സർക്കാർ ഉടമസ്ഥയിലുള്ള കമ്പനിയാണ്. ഇതിൻ്റെ ആസ്ഥാനം ഗുർഗാവോൺ, ഹരിയാന. അടുത്ത കേരള സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ പോകുന്ന പുതിയ തരം വോട്ടിംഗ് മെഷീൻ M3 വോട്ടിംഗ് മെഷീൻ. അടുത്ത കേരള സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ പോകുന്ന പുതിയ തരം വോട്ടിംഗ് മെഷീൻ M3 വോട്ടിംഗ് മെഷീൻ. കേടാകാത്ത അല്ലെങ്കിൽ 1% താഴെ മാത്രം തകരാർ രേഖപ്പെടുത്തിയ വോട്ടിംഗ് മെഷീനുകളാണ് M3 ടൈപ്പ്. അടുത്ത ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ പുതിയതായി ഉൾപ്പെടുത്തിയ കേരളത്തിൻ്റെ തനത് ആയോധന കല കളരിപ്പയറ്റ്. അടുത്ത ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ പുതിയതായി ഉൾപ്പെടുത്തിയ കേരളത്തിൻ്റെ തനത് ആയോധന കല കളരിപ്പയറ്റ്. കളരിപ്പയറ്റിനെ കൂടാതെ ഗത്ക, പഞ്ചാബ്, ടാങ്ട, മണിപ്പൂർ, മാലഖാമ്പ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബ്രാൻഡ് ഇന്ത്യ ഉയർത്തിക്കാട്ടുന്നതിനായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഏത് വിഭാഗത്തിലുള്ള വെബ്സൈറ്റാണ് അടുത്തിടെ ആരംഭിച്ചത്? സാമ്പത്തിക നയതന്ത്ര വെബ്സൈറ്റ് അല്ലെങ്കിൽ എക്കണോമിക് ഡിപ്ലോമസി വെബ്സൈറ്റ്. ബ്രാൻഡ് ഇന്ത്യ ഉയർത്തിക്കാട്ടുന്നതിനായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഏത് വിഭാഗത്തിലുള്ള വെബ്സൈറ്റാണ് അടുത്തിടെ ആരംഭിച്ചത്? സാമ്പത്തിക നയതന്ത്ര വെബ്സൈറ്റ് അല്ലെങ്കിൽ എക്കണോമിക് ഡിപ്ലോമസി വെബ്സൈറ്റ്. വെബ്സൈറ്റിൻ്റെ പേര് www.indbis.gov.in എന്നാണ്. കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനും തൊഴിലവസരങ്ങൾ തേടുന്നതിനും വിദേശ വ്യവസായങ്ങളെയും ബിസിനസ്സുകളെയും ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നതിനുമുള്ള സാമ്പത്തിക നയതന്ത്ര വെബ്സൈറ്റാണ് www.indbis.gov.in. ദേശീയ ഗണിത ദിനം അല്ലെങ്കിൽ നാഷണൽ മാത്തമാറ്റിക്സ് ഡേ ഡിസംബർ 22. ദേശീയ ഗണിത ദിനം അല്ലെങ്കിൽ നാഷണൽ മാത്തമാറ്റിക്സ് ഡേ ഡിസംബർ 22. പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞൻ ശ്രീനിവാസ രാമാനുജൻ്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ ഗണിത ദിനമായി ആഘോഷിക്കുന്നത്. അടുത്തിടെ MGNREG സ്കീമിനെ അല്ലെങ്കിൽ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീമിനെ പിന്തുണക്കുന്നതിനായി ഇന്ത്യക്ക് $1000 മില്യൺ വായ്പ നൽകുന്ന ആഗോള സ്ഥാപനം ഏതാണ്? ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് അല്ലെങ്കിൽ NDB. അടുത്തിടെ MGNREG സ്കീമിനെ അല്ലെങ്കിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ പിന്തുണക്കുന്നതിനായി ഇന്ത്യക്ക് $1000 മില്യൺ വായ്പ നൽകുന്ന ആഗോള സ്ഥാപനം ഏതാണ്? ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് NDB. 2021 വർഷം മുതൽ കമ്പ്യൂട്ടർ ഡിവൈസുകൾ പൂർണ്ണമായും പാസ്വേഡ് രഹിത ലോഗിൻ രീതിയിലേക്ക് മാറുന്നതിനായി FIDO2 സുരക്ഷാ കീകൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന ടെക് കമ്പനി മൈക്രോസോഫ്റ്റ്. 2021 വർഷം മുതൽ കമ്പ്യൂട്ടർ ഡിവൈസുകൾ പൂർണ്ണമായും പാസ്വേഡ് രഹിത ലോഗിൻ രീതിയിലേക്ക് അല്ലെങ്കിൽ ബയോമെട്രിക്സ് രീതിയിലേക്ക് മാറുന്നതിനായി FIDO2 സുരക്ഷാ കീകൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന ടെക് കമ്പനി മൈക്രോസോഫ്റ്റ്. കിസാൻ ദിവസ് അല്ലെങ്കിൽ ദേശീയ കർഷക ദിനം ഡിസംബർ 23. കിസാൻ ദിവസ് അല്ലെങ്കിൽ ദേശീയ കർഷക ദിനം ഡിസംബർ 23. ഇന്ത്യയുടെ 5ാമത്തെ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗിൻ്റെ ജന്മദിനമാണ് ദേശീയ കർഷക ദിനമായി ആഘോഷിക്കുന്നത്. ഇന്ത്യയുടെ 5ാമത്തെ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗ് അല്ലെങ്കിൽ ചരൺ സിംഗിൻ്റെ ജന്മദിനമാണ് ദേശീയ കർഷക ദിനമായി ആഘോഷിക്കുന്നത്.
2020 ഫിഫയുടെ മികച്ച ഫുട്ബോൾ താരമായി അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ടത് റോബർട്ടോ ലെവൻഡോവ്സ്കി. പോളിഷ് സ്ട്രൈക്കറാണ്. 2020 ഫിഫയുടെ മികച്ച ഫുട്ബോൾ താരമായി അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ടത് റോബർട്ടോ ലെവൻഡോവ്സ്കി. ജർമ്മൻ ക്ലബ്ബ് ബയേൺ മ്യൂണിക്കിന്റെ പോളിഷ് സ്ട്രൈക്കറാണ് ലെവൻഡോവ്സ്കി. 2020 ഫിഫയുടെ മികച്ച വനിതാ ഫുട്ബോൾ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇംഗ്ലണ്ട് താരമായ ലൂസി ബ്രൗൺസ് ആണ്. 2020 ഫിഫയുടെ മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇംഗ്ലണ്ട് താരമായ ലൂസി ബ്രൗൺസ് ആണ്. ഇംഗ്ലീഷ് ക്ലബ്ബ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ താരമാണ് ലൂസി ബ്രൗൺസ്. ലോക 1-ാം നമ്പർ ടെന്നീസ് താരത്തിനുള്ള ATP പുരസ്കാരം അടുത്തിടെ ലഭിച്ചത് നൊവാക് ജോക്കോവിച്ച്. ലോക 1-ാം നമ്പർ ടെന്നീസ് താരത്തിനുള്ള ATP പുരസ്കാരം അടുത്തിടെ ലഭിച്ചത് നൊവാക് ജോക്കോവിച്ച്. 2020 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് കിരീടം ചൂടിയത് നൊവാക് ജോക്കോവിച്ചാണ്. ATPയുടെ 2020 വർഷത്തെ സ്റ്റെഫാൻ എഡ്ബർഗ് സ്പോർട്സ്മാൻഷിപ്പ് അവാർഡ് ലഭിച്ച ടെന്നീസ് താരം റാഫേൽ നദാൽ. ATPയുടെ 2020 വർഷത്തെ സ്റ്റെഫാൻ എഡ്ബർഗ് സ്പോർട്സ്മാൻഷിപ്പ് അവാർഡ് ലഭിച്ച ടെന്നീസ് താരം റാഫേൽ നദാൽ. 2020 ഫ്രഞ്ച് ഓപ്പൺ കിരീടം നേടിയതിൻ്റെ മികവാണ് നദാലിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. അടുത്തിടെ ഒരു ഫുട്ബോൾ ടീമിനായി ഏറ്റവും കൂടുതൽ ഗോൾ 643 ഗോൾ നേടിയ താരം എന്ന ഫുട്ബോൾ ഇതിഹാസം പെലെയുടെ റെക്കോർഡ് നേട്ടത്തിനൊപ്പം എത്തിയ പ്രശസ്ത ഫുട്ബോൾ താരം ലയണൽ മെസ്സി. അടുത്തിടെ ഒരു ഫുട്ബോൾ ടീമിനായി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം എന്ന ഫുട്ബോൾ ഇതിഹാസം പെലെയുടെ റെക്കോർഡ് നേട്ടത്തിനൊപ്പം എത്തിയ പ്രശസ്ത ഫുട്ബോൾ താരം ലയണൽ മെസ്സി. പെലെ ബ്രസീലിയൻ ക്ലബ്ബായ സാന്റോസിന് വേണ്ടിയിട്ടാണ് 643 ഗോളുകൾ നേടിയത്. ലയണൽ മെസ്സി സ്പാനിഷ് ക്ലബ്ബായ ബാഴ്സലോണയ്ക്ക് വേണ്ടി 643 ഗോളുകൾ നേടിയപ്പോഴാണ് ഈ റെക്കോർഡ് നേട്ടത്തിനൊപ്പം എത്തിയത്. അടുത്തിടെ ISO സർട്ടിഫിക്കേഷൻ സ്വന്തമാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സുവോളജിക്കൽ പാർക്ക് നെഹ്റു സുവോളജിക്കൽ പാർക്ക് ഹൈദരാബാദ്. അടുത്തിടെ ISO 9001-2015 സർട്ടിഫിക്കേഷൻ സ്വന്തമാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സുവോളജിക്കൽ പാർക്ക് നെഹ്റു സുവോളജിക്കൽ പാർക്ക് ഹൈദരാബാദ്.